അല്ല, എനിക്ക് അത്ഭുതം, എന്തുകൊണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴും വായ തുറക്കുന്നില്ല? ഈ അജിത് കുമാർ ആരെയൊക്കെ കണ്ടു, അദ്ദേഹം ഇപ്പോൾ രാംമാധവനെ കണ്ടു, അതുപോലെ തന്നെ ദത്താത്രേയ ഹൊസബോള അദ്ദേഹത്തിനെ കണ്ടു, കൂടെ ചില ബിസിനസ്സുകാരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു രാംമാധവനെ കണ്ടപ്പോൾ. ഇതൊക്കെ ചെയ്യേണ്ട ജോലിയാണ് ഡി ജി പിക്ക്. അതും ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി. ഏത് സംഘടനാ നേതാക്കന്മാരെ കണ്ടാലും അത് മുഖ്യമന്ത്രി അറിഞ്ഞിരിക്കണ്ടേ? സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തിട്ട് പോലും എന്തുകൊണ്ട് മുഖ്യമന്ത്രി അന്വേഷിച്ചില്ല? കാരണം RSS എന്ന സംഘടനയെ ഇന്ത്യ സഖ്യം ശക്തമായിട്ട് എതിർക്കുന്ന ഒരു സഖ്യമാണ് ഇന്ത്യ സഖ്യം. കേരളത്തിൽ UDFും LDFും RSSന്റെ നയങ്ങളെ ശക്തമായിട്ട് എതിർക്കുന്നവരാണ്. കേരള നിയമസഭ ഒറ്റക്കെട്ടായ RSSന്റെ പ്രവർത്തനങ്ങളെ എതിർക്കുന്ന ഇന്ത്യയിലത്തെ സഭയാണ്. ഇങ്ങനെയൊക്കെയുള്ള RSSനു ആയിട്ട് എന്ത് സംഭാഷണമാണ് അഡീഷണൽ ADGPക്ക് നടത്താനുള്ളത്? അവിടെയാണ് ഈ തൃശ്ശൂർ പൂരം കലങ്ങിയതുൾപ്പെടെ തൃശ്ശൂരിൽ BJP സ്ഥാനാർത്ഥിയുടെ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജനത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും വരെ സംശയമുണ്ട്. അപ്പോൾ 2023 മെയ് മാസം മുതൽ ഇദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, RSSകാരുടെ കൂടിക്കാഴ്ച ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഭരണകക്ഷി MLA തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ, ദാവൂദ് ഇബ്രാഹിമിനേക്കാൾ ഭയങ്കരനാണ് ഇയാൾ എന്നുള്ള പ്രസ്താവന, ഇതൊക്കെ അന്വേഷിക്കാൻ DGPനെ ചുമതലപ്പെടുത്തിയപ്പോൾ DGPക്ക് ഫ്രീ ഹാൻഡില്ല. രണ്ട് തെറ്റാണ് ഈ അന്വേഷണത്തിലുള്ളത്. ഒന്ന്, ഈ അന്വേഷണം നടക്കുമ്പോഴും ADGPനെ സ്ഥാനത്ത് മാറ്റി നിർത്തുന്നില്ല. രണ്ട്, DGPയോടൊപ്പം മറ്റ് 4 ഉദ്യോഗസ്ഥന്മാർ, 4 പേരും ജൂനിയർ. ഇന്നൊരു പത്രത്തിൽ വായിച്ച വാർത്ത, ഈ IG ആണ് ചോദ്യം ചെയ്യാൻ പോകുന്നത്. പത്രത്തിലെ വാർത്തയാണ്, എന്താ എനിക്കറിയില്ല. അപ്പോൾ IG എങ്ങനെയാ ADGPനെ ചോദ്യം ചെയ്യുക? സെല്യൂട്ട് അടിച്ചിട്ട് വേണ്ട ചോദ്യം ചെയ്യാം. ഒരു കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെ കാണുമ്പോൾ സെല്യൂട്ട് ചെയ്യണമെന്നാണല്ലോ പോലീസ് നിയമം. അപ്പോൾ IG പോയിട്ട് സെല്യൂട്ട് അടിച്ച്, സാർ ഇങ്ങനെയൊക്കെ ചില കേൾക്കുന്നുണ്ട്, എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഞാൻ എൻ്റെ സൗകര്യത്തിന് ചെയ്താന്ന് പറയും. അതോടെ പ്രശ്നം തീർന്നോ? ഇത് ആരെ പറ്റിക്കാനാണ് നടന്നത്? അതിലാണ് അത് വ്യക്തമായിട്ട് ദുരൂഹതയുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. CPMന്റെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന അതൊക്കെ ഗവൺമെന്റ് അന്വേഷിച്ചോളൂ. ഇന്നലെ റിയാസിൻ്റെയൊക്കെ സ്റ്റേറ്റ്മെന്റ് കണ്ടു, RSS 2 കോടി തലയ്ക്ക് വില പറഞ്ഞ ആളാണ് പിണറായി വിജയൻ. ഇതൊക്കെ പഴയ ചരിത്രം പറഞ്ഞിട്ട് വല്ല കാര്യം, എന്താ ഇന്ത്യൻ ഹിസ്റ്ററി പഠിക്കുക. അപ്പോൾ ഇവിടെ ക്ലിയറാണ്, ഈ ധാരണയാണത്, ഇത് അന്തർധാരയാണ്. അത് പ്രകാശ് ജാവേദ്കറുമായിട്ടുള്ള സംഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് അറിയോ? ഞങ്ങൾക്ക് പാർലമെന്റിലും അസംബ്ലിയിൽ അത്യാവശ്യം പ്രാതിനിധ്യം ഉണ്ടാവണം. അങ്ങനെ സഹായിച്ചാൽ മുഖ്യമന്ത്രിക്കും CPMനെതിരായിട്ടുള്ള എല്ലാ കേസുകളും ഒഴിവാക്കാതെ മാത്രമല്ല, മൂന്നാമതും ഭരിക്കാനുള്ള സന്ദർഭം ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ ഇങ്ങനൊരു ഡീല് നടക്കുമ്പോൾ എന്തിന് ADGP കണ്ടു എന്നുള്ളതിന് ഉത്തരം പറയുന്നില്ല. ഇന്നിപ്പോൾ V മുരളീധരനും പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയാണ് മറുപടി പറയേണ്ടത്. എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.